കുഞ്ഞപ്പ ട്രേഡേഴ്സ്, സ്റ്റേഡിയം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9383462422. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായ രണ്ടാം തവണയും മികച്ച വിജയം നേടിയതോടെ 2026 ഭരണത്തിലെത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചരടുവലികളും കോൺഗ്രസിനുള്ളിൽ ശക്തമായി കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, KPCC അധ്യക്ഷൻ കെ. സുധാകരൻ, പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം MP-യുമായ ശശി തരൂർ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ മുഖ്യമന്ത്രി കസേരയും സ്വപ്നം കണ്ടു കഴിയുകയാണ്. രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളായ ഹരിപ്പാട് നിന്നും പറവൂരിൽ നിന്നും വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാനാണ് സാധ്യത. നിലവിലെ MP-മാരായ കെ. സുധാകരനും ശശി തരൂരിനും നിയമസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് കെ. സുധാകരന്റെ നീക്കം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത് കെ. സുധാകരന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കണ്ണൂരിന് പകരം തളിപ്രമ്പ് പോലുള്ള CPM-ന്റെ ശക്തി കേന്ദ്രത്തിൽ സുധാകരൻ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തലസ്ഥാന ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലം എന്ന് മാത്രമാണ് തരൂർ ക്യാമ്പ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. തരൂർ ഇല്ലാതെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ BJPക്ക് സാധ്യതയേറും. ഈ സാഹചര്യത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള തരൂരിന്റെ ആഗ്രഹത്തിന് ഹൈക്കമാൻഡ് പച്ചക്കൊടി വീശിയേക്കില്ല. ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചരടുവലികളും കോൺഗ്രസിനുള്ളിൽ ശക്തമായി കഴിഞ്ഞു. ആറ്റിങ്ങലിലെ സിറ്റിംഗ് MP-യായ അടൂർ പ്രകാശിനും നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൽപര്യമുണ്ട്. പഴയ തട്ടകമായ കോന്നിയാണ് അടൂർ പ്രകാശ് ഉന്നമിടുന്നത്. തൃശൂരിൽ പരാജയപ്പെട്ട കെ. മുരളീധരനും സീറ്റൊഴിഞ്ഞ TN പ്രതാപനും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. പ്രതാപന് കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ തൃശൂർ ആയിരിക്കും ലഭിക്കുക. കെ. മുരളീധരൻ പഴയ തട്ടകമായ വട്ടിയൂർക്കാവിൽ ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നറിയാൻ കണ്ണൂർ.